അങ്ങനെ കഴിഞ്ഞ ആഴ്ച നിവിൻ്റെ സങ്കടം പ്രേക്ഷകരുടെ സങ്കടമായി മാറിയ ഒരാഴ്ചയായിരുന്നു കേട്ടോ. എന്നാൽ ആ സങ്കടമൊക്കെ ലാലേട്ടൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ നിവിൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കാം ലാലേട്ടൻ മണി ടാസ്കിൽ പങ്കെടുക്കാൻ നിവിന് മാത്രം ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അത് കണ്ട് തുള്ളിച്ചാടിയ ഒരവസ്ഥയാണ് കേട്ടോ നിവിൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നിവിനോട് ആ ഒരു വാർത്ത അറിയിച്ചിരിക്കുകയാണ്. മണി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതിൽ ഏറ്റവും റിസ്ക് ഏറിയ ടാസ്ക്കാണ് ആറിൽ പണം വെച്ചിട്ടുള്ള ടാസ്ക്. അത് ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു, ആദ്യമായിട്ടാണ് മലയാളത്തിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ അഭിനന്ദിച്ചു. ഇതിനിടയിൽ അനുമോൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ 1,40,000 രൂപ കിട്ടി എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന്, നമ്മുടെ അല്ലേ എന്ന് അക്ബർ പറയുന്നു. ഷെയർ ചോദിച്ചിട്ടുണ്ട് അക്ബർ. സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇതിൽ കോൾ അടിച്ചിരിക്കുന്നത് അക്ബറാണ് ലാലേട്ട. അക്ബർ എല്ലാവരുടെ ഷെയർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 ആയിട്ടും ഒരുമിച്ച് കളിച്ചിട്ട് അതിൽ നിന്നും ഷെയർ മേടിക്കുന്നു, 3,50,000 നിന്ന് ഷെയർ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ അടുത്ത് ഷെയർ മേടിക്കുന്നുണ്ട്. അത് ബുദ്ധിപൂർവ്വമുള്ള ഒരു കളിയായല്ലേ. കാരണം ഒരുമിച്ച് കളിക്കാമെന്ന് പറയുന്നു, അവസാനം വരെ നിൽക്കുന്നു, ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഷെയർ ചോദിക്കുന്നു. അത് നല്ല സ്ട്രാറ്റജിയാണ്. എന്തായാലും നിവിന് ഭയങ്കര സങ്കടം. നിവിനാണെന്നുണ്ടെങ്കിൽ ഒന്നിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ലാലേട്ടൻ അതിനൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ നിവിനൊരു ടാസ്ക് ഉണ്ടാവും. നിവിന് അതിനകത്ത് റിസ്ക് ഉള്ളൊരു ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. നിവിൻ അങ്ങനെയാണല്ലോ, എപ്പോഴും കുറച്ച് റിസ്ക് ഉള്ളത് ചെയ്യാനാണ് പുള്ളിക്ക് എപ്പോഴും താല്പര്യം. നിവിൻ കാർ ടാസ്ക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയത്തിന് വൈകി കഴിഞ്ഞാൽ നിവിൻ പുറത്തു പോകും. എത്ര രൂപയാണ് വെക്കുന്നതെന്നും എത്ര സമയം വെക്കുന്നു എന്നൊന്നും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നാളെ പണപ്പെട്ടി കാറിനുള്ളിൽ വരുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ഉണ്ടാവാനാണ് സാധ്യത. അവരെടുക്കാതെ പോയ 1,80,000 അങ്ങനെ എന്തോ രൂപ ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ട് ആയിരിക്കും ഒരുപക്ഷെ വെക്കുക. അപ്പോൾ ആ എമൗണ്ട് നിവിൻ എടുക്കുകയാണെങ്കിൽ നിവിന് കിട്ടും. അഥവാ നിവിൻ ആ കറക്റ്റ് സമയത്ത് എത്തില്ലെങ്കിൽ തിരിച്ചു പോകും. അത്തരമൊരു ടാസ്ക് നാളെ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു, നിവിൻ തിരിച്ച് കയറുമോ? എനിക്ക് തോന്നുന്നു നിവിൻ തിരിച്ച് കയറുമെന്ന്. നിവിൻ ആ ഒരു സ്പിരിറ്റോട് കൂടി കളിച്ച് ഇതുവരെ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണമൊക്കെ നാളത്തെ ടാസ്കിൽ മാറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.